ഈ മഞ്ചളിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പ്രവാസി. ആ പ്രവാസിയെ ഉള്ളവിൽ നശിപ്പിക്കാതെ ചെറുതാണ്. ഇവിടെ പമ്പ് കിടക്കുന്ന ഒരാളാണ്. അയാളാണ് ഈ ക്രമക്കേടിന്റെ രാജാവ്. തുറന്ന് MLA ശരിയാ, മന്ത്രി പറയുക ക്രമക്കേടുകളുടെ രാജാവാണ്. മുമ്പ് പറഞ്ഞ പോലെ പാലം പടിഞ്ഞാൽ അതിന് ക്രമക്കേട് കാണിക്കുന്നതാണ്. ആ ആള് അവരെ നശിപ്പിക്കാൻ നമ്മളൊന്ന് ചിന്തിക്കും. പ്രവാസികളായ നിങ്ങൾ ചിന്തിക്കണം. അവര് ആ പമ്പ് തുടങ്ങാൻ അവരുടെ സ്ഥലത്ത് അവർ പമ്പ് തുടങ്ങും. നമുക്കെന്താ? എന്റെ വീടിനടുത്ത് പമ്പ് പൊട്ടിത്തെറിച്ചാൽ ഞാൻ ചാവുന്ന പേടി ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഇല്ലാത്ത ഭയങ്ങൾ. താലൂക്ക് ആശുപത്രി വരികയാണോ പമ്പ് വളരെ താലൂക്ക് ആശുപത്രി മുറ്റത്ത് സംഭവിച്ചിട്ടുള്ള ഇന്ത്യ കേരളത്തിലൊക്കെ. ഇതൊക്കെ ഒരു പ്രവാസി അവര് കഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് നിന്ന് പണം സമ്പാദിച്ചു വന്നു നമ്മുടെ നാട്ടിലൊന്ന് നിക്ഷേപിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരെ സമാധാനം കെടുത്തുന്ന കുറെ ആളുകൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറയാറുണ്ട് പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളോടൊന്ന് പറയാം, പ്രവാസികൾ നിക്ഷേപത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ഏത് പ്രതിബന്ധം ഉണ്ടെങ്കിലും അതിനെ നേരിടണം എന്ന് പറയാം. പട്ടാഴിയിൽ ശ്രീമതി മഞ്ജു റഹീം ഒരു പെട്രോൾ തുടങ്ങാൻ അവരുടെ പിതാവിന്റെ സഹോദരനിൽ നിന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് അവർ കഷ്ടപ്പെട്ട് പ്രവാസികളായി സമ്പാദിച്ച പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലം ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വരുമ്പോൾ 1-2 സാമൂഹ്യ രോഗികൾ 2 വർഷം 2.5 വർഷം ആ സ്ത്രീയുമായി യുദ്ധം, പ്രവാസിയായി വനിതയുമായി ഭീകരമായ നിയമം, കള്ളപ്പരാതികളും കള്ള കേസുകളും. ഇതിനെ ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് ഇറക്കി നിർത്തി അയാൾ പറയണം ഇത് തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോ ഒരു തമാശയ്ക്ക് ചോദിച്ചു, ഒരാൾ പ്രൈവറ്റ് ബസ് വാങ്ങിച്ചിട്ടു, അതിന് വാതിക്ക് പോയി ട്രാൻസ്പോർട്ട് മന്ത്രി ഇത് ഓടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന ചെറ്റത്തരം ഞാൻ പറയാൻ പാടില്ല. ഒരു മന്ത്രി പറഞ്ഞ ചരിത്രവുമില്ല. പക്ഷെ മന്ത്രി വന്നെന്ന് പറയാൻ ഇത് തുറക്കാൻ സമ്മതിക്കില്ല. പെട്രോളിയം മന്ത്രി അവർ തുറക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് വാങ്ങി അവർ തുറക്കേണ്ടില്ല. പ്രവാസികളോട് ഇത്തരം സമീപനം ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ പ്രവാസികളുടെ പക്ഷത്താണ്. പട്ടാഴിയിൽ പമ്പ് തുടങ്ങാൻ വന്ന മഞ്ജു റഹീമിനും എന്റെ പിന്തുണയുണ്ടായിരുന്നു. മഞ്ചളൂരിൽ പമ്പ് തുടങ്ങാൻ വന്ന പ്രവാസിക്കും എന്റെ പിന്തുണയുണ്ട് എന്ന് ഞാൻ തുറന്നു പറയാം. അവിടെയുള്ള പൊതുപ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ പ്രവർത്തകർ ഈ പമ്പിന് ഞങ്ങൾ അനുകൂലമാണ് എന്ന് എഴുതിച്ചു. ഇവിടെ രാഷ്ട്രീയക്കാർക്കല്ല. ഞാനൊരു കട പറഞ്ഞിട്ട് എന്റെ കടയ്ക്ക് അപ്പുറത്ത് മറ്റൊരു കട തുടങ്ങുമ്പോൾ തുണിക്കടയുണ്ട് എനിക്ക്. അപ്പുറത്ത് മറ്റൊരു തുണിക്കട വരുമ്പോൾ തുരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കാര്യം? എനിക്കൊരു പമ്പുണ്ട്, അപ്പുറത്ത് വേറെ പമ്പ് വയ്ക്കാൻ പാടെന്ന് പറയാൻ എനിക്കെന്ത് കാര്യം? ഇത് മര്യാദ കെട്ട ഏർപ്പാടല്ലേ? അന്യരാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിലൊരു സ്വല്പ സ്ഥലം കിടപ്പുണ്ടാകുന്ന ഒരു ബിസിനസ് ചെയ്താൽ 2 പേർക്ക് 3 പേർക്ക് ജോലി കിട്ടും. ഈ നാട്ടിൽ ഒരു നിക്ഷേപം ആകും എന്ന് ചിന്തിക്കുമ്പോൾ അവരെ പഞ്ചായത്തിനോട് പല പണിയും നോക്കി ഇത് നടപ്പിക്കാനാണ്. പഞ്ചായത്ത് പക്ഷെ അതിന് വഴങ്ങിയില്ല എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പ്രവാസികളോട് സ്നേഹം പ്രസംഗിക്കുകയും പ്രവാസികളെ പറ്റി പൊക്കിയടിക്കുകയും എന്നിട്ട് അവരുടെ ആവശ്യത്തിൽ വരുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്നത് ശരിയാണ്. ചില രാഷ്ട്രീയക്കാരോട് കൂടി വളരെ പ്രമുഖരായ ചില രാഷ്ട്രീയക്കാർ ഞാനത് അന്വേഷിച്ചപ്പോൾ ഫലം കിട്ടി. ഞാനത് കുറച്ചുകൂടെ പറയാം. ഞങ്ങൾക്കെല്ലാം അറിയാം ആരാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രവാസിയല്ല ഇവിടുത്തുകാരനെ ആരും ആവട്ടെ എന്റെ നാട്ടിൽ ഈ പത്തനാപുരത്തിന് മണ്ണിൽ ഒരു നിശ്ചയമായിട്ട് വന്നവരെ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ച് ഒരുപാട് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് റോഡുകൾ, പാലങ്ങൾ, കുടികൾ, അങ്ങനെ ഒരുപാട് വികസനമാണ്. ഇനി നമ്മൾക്ക് വേറെ എന്താണ്? പുതിയ പുതിയ നിക്ഷേപങ്ങൾ വരും. അതിലൂടെ ഈ സാധാരണക്കാരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടാനുള്ള സാഹചര്യം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. പുതിയ പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതാണ്. ഇവിടെയുള്ള ആർക്കെങ്കിലും 10 പേർക്ക് ഒരു ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റബ്ബർ പാർക്ക് ഉണ്ടാക്കി, ഇൻഫ്രാ പാർക്ക് ഉണ്ടാക്കി, ഇതെല്ലാം. പക്ഷെ നിക്ഷേപകർ വരുന്നില്ല. കാരണം ഭയം തന്നെയാണ് വരാറ്. ഒരു നിക്ഷേപം നിക്ഷേപകൻ അവരുടെ ഇഷ്ടത്തിലല്ലേ നിക്ഷേപിക്കുന്നു. അപ്പൊ ഞാൻ പ്രവാസി അവരാണ് നിങ്ങളിവിടെ ഒരു ടയർ കട തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പറ്റുമോ നോക്കണ്ടേ? അവരാളില്ല ഞങ്ങൾക്ക് തുണിക്കട തുടങ്ങാനാണ് ഇഷ്ടം. തുടങ്ങും. അവനവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരുടെ വിദേശ രാജ്യങ്ങളൊക്കെ നേടിയ പരിചയം കൊണ്ടും അവരുടെ ആലോചനയിൽ കിട്ടുന്ന വിജയകരമായ ബിസിനസ് വരെ അവരെ ശല്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവരെ ഞാൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായി അത്തരം കടമ നാണയങ്ങളെ പൊളിച്ചു കാണിക്കണം. വലിയ കഷ്ടപ്പാട്. വിദേശ രാജ്യത്ത് ചുടുവിന് പൈസ കിട്ടുന്നത് ആളുകളുടെ വിചാരം ചുടുവിനായിട്ട് പൈസ അവിടെ പണം കുലിക്കാൻ വീഴുന്ന ഈന്തപ്പഴം മരം പോലെ ഒരു പണം കുലിക്കാൻ വീഴുന്ന ഒരു മരം 2 രാജ്യങ്ങളുണ്ടെന്ന് ചില മണ്ടന്മാർ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഇവിടുന്ന് പോകുന്നവർ ചോര നീരാക്കി കഷ്ടപ്പെട്ട് സമയമില്ലാതെ സമയം പോലും നോക്കാതെ ജോലി ചെയ്തു കഷ്ടപ്പെട്ടു ബുദ്ധിപരമായി ശ്രമിച്ചു സത്യസന്ധത പുലർത്തിയുമാണ് പ്രവാസികൾ പണം ഉണ്ടായിരുന്നത്. തട്ടിപ്പുകാരൊക്കെ വരെ കാണുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പ്രവാസികളിൽ ഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷവും ഉണ്ടാവുന്ന ആളുകൾ തട്ടിപ്പുകാർ കാണാം, അത് വിടുക. പക്ഷേ ഭൂരിപക്ഷം ആളുകളും എന്തുകൊണ്ട് ഞാനിവിടൊക്കെ ഡിഗ്രി പോലുമില്ല പ്രീ ഡിഗ്രി തോറ്റ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ വലിയ നിലയിലായിട്ടുണ്ട്. എന്നാ കരുതല ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല പ്രശ്നം. അവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറബിയുടെ മുമ്പിൽ നമ്മൾ പുലർത്തുന്ന സത്യസന്ധതയും
ആത്മാർത്ഥയും കഠിനാധ്വാനം വിലമതിക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ വിലയുള്ളത് ഈ പ്രവർത്തിക്കുന്ന ആളിന്റെ ആത്മാർത്ഥത, സത്യസന്ധത, ആ ജോലി എന്നുള്ള ആർജവം. എന്റെ സ്ഥാപനം ഇയാളെ ഏൽപ്പിച്ചിട്ട് പോയാൽ അത് നന്നായി നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തോടെയാണ് അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിലെ നാട്ടുകാർ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്നത്. കാരണം ഇവൻ എന്നെ പഠിപ്പിക്കില്ല, ഇവൻ എന്റെ സ്ഥാപനത്തെ വളർത്തും, അതിലൂടെ എനിക്ക് ഉയർച്ച ഉണ്ടാകും, അവനും ഉയർച്ച ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുള്ളവരാണ് അവിടെ.